ഹലോ എവരിബഡി. ഈ വീഡിയോയിൽ നമ്മൾ യൂട്രസ് റിമൂവൽ സർജറിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. യൂട്രസ് റിമൂവൽ സർജറി നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഹിസ്റ്ററക്ടമി എന്നാണ് പറയുന്നത്. ഹിസ്റ്ററക്ടമി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കണം ആദ്യം. സാധാരണയായി ഹിസ്റ്ററക്ടമി ചെയ്യേണ്ടി വരുന്നത് 40 കഴിഞ്ഞ കുട്ടികൾ എല്ലാം ഉണ്ടായി എന്ന് വെച്ചാൽ ഫാമിലി കംപ്ലീറ്റ് ചെയ്ത അസുഖങ്ങളുള്ള എന്ന് വെച്ചാൽ യൂട്രസിൻ്റെയോ ഓവറിയുടെയോ മറ്റോ അസുഖങ്ങളുള്ള സ്ത്രീകൾക്കാണ് ഹിസ്റ്ററക്ടമി ചെയ്യേണ്ടി വരുന്നത്. എന്തെല്ലാം അസുഖങ്ങൾക്കാണ് ഹിസ്റ്ററക്ടമി ചെയ്യേണ്ടി വരിക? ഒന്ന്, ഹെവി ബ്ലീഡിങ്, പീരീഡിൽ അൺകൺട്രോളബിൾ ബ്ലീഡിങ്. നമ്മൾ മരുന്നുകളൊക്കെ കഴിച്ചു നോക്കുന്നു, ശരിയാവുന്നില്ല. മരുന്നുകൾ കഴിച്ചിട്ടും ബ്ലീഡിങ് വീണ്ടും അടുത്ത പ്രാവശ്യവും ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഹിസ്റ്ററക്ടമി സജസ്റ്റ് ചെയ്യും. അടുത്തത് ഫൈബ്രോയിഡ്സ് തന്നെ ഈ ബ്ലീഡിങ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ബ്ലീഡിങ് ഉള്ള ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ വലിയ ഫൈബ്രോയിഡ്സ്, നല്ല സൈസുള്ള ഫൈബ്രോയിഡ്സ്. മൂന്നാമത് ഫൈബ്രോയിഡ് വിത്ത് പെയിൻ. ചിലപ്പോൾ ചെറിയ ഫൈബ്രോയിഡ് ആയിരിക്കും, വലിയ ബ്ലീഡിങ് ആണല്ലോ, പക്ഷേ പേഷ്യൻറ്റിന് സിവിയർ പെയിൻ ഡ്യൂറിങ് പീരീഡ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഹിസ്റ്ററക്ടമി സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഫാമിലി കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്കാണ്, 40+ ആയിട്ടുള്ളവർക്ക്. അടുത്തത് എൻഡോമെട്രിയോസിസ്, സിവിയർ എൻഡോമെട്രിയോസിസ്, അൺബെയറബിൾ പെയിൻ, പീരീഡ് പെയിൻ, അങ്ങനെയുള്ളവർക്ക് ഹിസ്റ്ററക്ടമി സജസ്റ്റ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ക്യാൻസർ എന്ന് വെച്ചാൽ ഓവറിയുടെ ക്യാൻസർ ആവാം, യൂട്രസിൻ്റെ ക്യാൻസർ ആകാം, ഫാലപ്പിൻ ട്യൂബിൻ്റെ ക്യാൻസർ ആവാം. ഇതിനെല്ലാം നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്തേ പറ്റൂ. ഇതിനൊപ്പം തന്നെ, യൂട്രസിനൊപ്പം തന്നെ ഓവറീസും ചിലപ്പോൾ വജൈന, ട്യൂബ്സ് എന്തായാലും നമ്മൾ യൂട്രസിനോട് റിമൂവ് ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളുള്ളവർക്ക് ആണ് യൂട്രസ് സാധാരണ നിലയിൽ റിമൂവ് ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് നമ്മൾ ഒരു പ്രിവെൻഷനായിട്ട് ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയും യൂട്രസ് റിമൂവ് ചെയ്യാറുണ്ട്. ഒവേറിയൻ ക്യാൻസറിന് ഹൈ റിസ്ക് ആയിട്ടുള്ളവർക്ക് നമ്മൾ ഓവറീസ് എടുക്കാറുണ്ട്. ഓവറീസ് എടുക്കുമ്പോൾ യൂട്രസും എടുക്കാം, വേണമെങ്കിൽ എടുക്കാം. പിന്നെ ചിലർക്ക് എൻഡോമെട്രിയൽ, യൂട്രസിൻ്റെ ലൈനിങ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ചില ലീഷൻസ് ഉണ്ട്, ഹൈപ്പർപ്ലേസിയ എന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാനായിട്ട് പ്രിവെൻറ്റീവായിട്ട് നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാം. പിന്നെ യങ്സ്റ്റേഴ്സിന് യൂട്രസ് റിമൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രഗ്നൻസിയിൽ, ഡെലിവറി സമയത്ത്, ചൈൽഡ് ബർത്ത് സമയത്ത് ഹെവി ബ്ലീഡിങ്, അൺകൺട്രോളബിൾ ബ്ലീഡിങ്, ഒന്നും കൊണ്ടും കൺട്രോൾ ചെയ്യുന്നില്ല, ലൈഫ് സേവിങ് ആയിട്ട് യൂട്രസ് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ റപ്ചർ യൂട്രസ് എന്ന് പറയും, യൂട്രസ് പൊട്ടിപ്പോയി, അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പൊട്ടി ഭയങ്കര ബ്ലീഡിങ്, അങ്ങനെയുള്ളവർക്കും ഡ്യൂറിങ് പ്രഗ്നൻസി അത് വളരെ വിഷമിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ്. ചെയ്യേണ്ടി വന്നാൽ ചെയ്യും. അടുത്തത് ഇത്രയാണ് ശരിക്കും നമ്മൾ ഒരു കോസസ്, എന്തിനു വേണ്ടിയാണ് യൂട്രസ് റിമൂവ് ചെയ്യുന്നത്. ഇനി എങ്ങനെയൊക്കെ റിമൂവ് ചെയ്യും? നമുക്ക് 3-4 ടൈപ്പ് ഓഫ് പ്രൊസീജിയറുണ്ട്. ഒന്നെന്ന് വെച്ചാൽ കൺവെൻഷനലായിട്ട് വയറ് ഓപ്പൺ ആക്കി സിസേറിയൻ ചെയ്യുന്ന പോലെ വയറ് തുറന്ന് വലിയ ഒരു 8 to 10 സെൻറ്റിമീറ്റർ മുറിവിട്ട് യൂട്രസ് എടുക്കുക. രണ്ടാമത് താഴെക്കൂടെ പ്രൊലാപ്സ് എന്ന് പറയും. ഞാൻ ആ കാരണങ്ങൾ പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയി. യൂട്രസ് താഴോട്ട് തള്ളി വരുന്നൊരവസ്ഥയുണ്ട്, പ്രൊലാപ്സ് എന്നാണ് അത് പറയുന്നത്. വളരെ അസൗകര്യം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ചിലർക്ക്. പിന്നെ അത് വളരെ സിംറ്റമാറ്റിക് ആവും. ഈ യൂട്രസ് താഴോട്ട് തള്ളി വന്നിട്ട് പിന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ, മോഷൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നടക്കാൻ പ്രയാസം ഉണ്ടാവാം, ചിലപ്പോൾ അവിടെയൊക്കെ തട്ടി മുറിവുണ്ടാകാം. അങ്ങനെയുള്ളവർക്കും നമ്മൾ ഹിസ്റ്ററക്ടമി പറയാറുണ്ട്. ആ ഹിസ്റ്ററക്ടമി ആണെങ്കിൽ ചെയ്യുന്നത് വയറ് തുറന്നല്ല, താഴെ കൂടെ തന്നെയാണ്, വയറിലൊരു മുറിവ് പോലും കാണില്ല. അത് പേഷ്യൻറ്റിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹിസ്റ്ററക്ടമിയാണ് ഈ താഴെ കൂടെയുള്ള വജൈനൽ ഹിസ്റ്ററക്ടമി. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ റീസെൻ്റായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമിയാണ്, കീ ഹോൾ സർജറി. മിക്ക പേഷ്യൻസിന് നമുക്ക് കീ ഹോൾ സർജറി ഓഫർ ചെയ്യാൻ പറ്റും. സാധാരണ ഓപ്പൺ സർജറിയേക്കാളോ വജൈനൽ സർജറി ഹിസ്റ്ററക്ടമിയേക്കാളോ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം അതിൻ്റെ ഉപകരണങ്ങളുടെ വിലയും കുറച്ച് സമയം കൂടുതൽ ചിലപ്പോൾ എടുത്തേക്കാം. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിന് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷേ പേഷ്യൻറ്റിന് വളരെ കംഫർട്ടബിളാണ്, പെയിൻ കുറവാണ്, ചെറിയ മുറിവുകളേ ഉള്ളൂ, റിക്കവറി പീരീഡ് വളരെ കുറവാണ്. ഒരു 2 വീക്സിലൊക്കെ പേഷ്യൻറ്റ് വളരെ കംഫർട്ടബിളാകും.
പിന്നെ ലാപ്പറോസ്കോപ്പിക് അസിസ്റ്റഡ് വെജൈനൽ ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അത് നമ്മൾ പകുതി പോർഷൻ മുകളിൽ കീ ഹോൾ വഴിയും ബാക്കി താഴെ വെജൈനയിൽ കൂടെയും ചെയ്യും. അതും ഏകദേശം ഈ ലാപ്രോസ്കോപ്പിക് സർജറിയെ പോലെ തന്നെയാണ് അതിൻ്റെ റിക്കവറിയും എല്ലാം. പേഷ്യൻറ്റിന് അത് കംഫർട്ടബിളാണ്. ഏത് ടൈപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മോസ്റ്റ്ലി ഡോക്ടേഴ്സാണ്. കീ ഹോൾ വേണോ, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് വേണോ, വെജൈനൽ ഹിസ്റ്ററക്ടമി വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കും ചോയ്സ് വയ്ക്കാം, കുഴപ്പമില്ല. പക്ഷേ ഡോക്ടർ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ്, യൂട്രസ് എടുത്തു കഴിഞ്ഞാലുള്ള സൈഡ് ഇഫക്ട്സ് എന്തൊക്കെ ഉണ്ടാവാം? പേഷ്യൻറ്റിന് ഒരു ഫീലിംഗ് ഓഫ് ലോസ് ചിലർക്കൊക്കെ ഉണ്ടാവും. എൻ്റെ യൂട്രസ് പോയി, ആ ഒരു ഫീലിംഗ് അതുണ്ടാവാം. ചിലർക്ക് ഈ യൂട്രസ് ഓവറിയും കൂടെ എടുത്തു കഴിയുമ്പം പെട്ടെന്ന് മെനപ്പോസ് ആവും. അപ്പോൾ നമുക്ക് മെനപ്പോസൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ബോഡി ഹീറ്റ്, ഹോട്ട് ഫ്ലാഷസ്, പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷുവൽ അഫിനിറ്റി ഇല്ലാതിരിക്കുക, സെക്സിനോടൊരു വിരക്തി വരിക, അതൊക്കെ മെനോപോസിൻ്റെ സിംറ്റമാണ്. പിന്നെ വജൈനൽ ഡ്രൈനസ്, സെക്ഷുവൽ ഇൻ്റർകോഴ്സ് സമയത്ത് ഭയങ്കര ഡ്രൈനസ്, വഴുവഴുപ്പൊട്ടും ഇല്ലാതിരിക്കുക, പെയിൻഫുൾ ഇൻ്റർകോഴ്സ്. ഇതൊക്കെ ഒരു ഓവറിയും കൂടി എടുത്തു കഴിയുന്നവർക്കാണ് ഇങ്ങനെ വരിക. യൂട്രസ് മാത്രം എടുക്കുന്നവർക്ക് ഇതൊന്നും വരണം എന്നില്ല. ആക്ച്വലി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ മിക്കവർക്കും അവർക്കൊരു ഫ്രീഡമാണ്. കാരണം അത്രയും നാളും ചിലപ്പോൾ ഹെവി ബ്ലീഡിങ്, സിവിയർ പെയിൻ സഹിച്ചുകൊണ്ടിരുന്ന പേഷ്യൻ്റ് ആയിരിക്കും. ക്രോണിക് പെൽവിക് പെയിൻ, ഇതൊന്നും ഇല്ലാതെയും നമുക്ക് പെയിൻ ഉണ്ടാവാം. ക്രോണിക് പെൽവിക് പെയിൻ എന്ന് പറയും. അങ്ങനെയുള്ളൊരവസ്ഥയിലും യൂട്രസ് റിമൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഉള്ളൊരു ഫ്രീഡമാണ് ഉണ്ടാവുക. പിന്നെ മന്ത്ലി പീരീഡ്സ് ഇല്ല, അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ പ്രഗ്നൻ്റ് ആവുമെന്ന് ഭയക്കണ്ട, അതിൻ്റെ ഒരു സന്തോഷം. ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറയുന്നു. കാരണം സ്ത്രീകൾക്ക് യൂട്രസിലും ഓവറിയിലും സെർവിക്സിലുമാണ് ക്യാൻസർ വരാൻ കൂടുതൽ ചാൻസ്. അപ്പോൾ ആ 3 ക്യാൻസേഴ്സും ഓവറിയും കൂടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചാൻസ് നമുക്ക് ഇല്ലാതാകുന്നു. പിന്നെ ഇതിൻ്റെ റിസ്ക്സ്, അല്ലെങ്കിൽ ഈ സർജറിയുടെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ ബ്ലീഡിങ്, യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറിയുടെ ബ്ലീഡിങ്, അതൊക്കെ വളരെ അപൂർവമാണ്. 2 ഇൻഫെക്ഷൻ, അത് ഡയബറ്റിസ് ഒക്കെ ഉള്ളവർ കറക്റ്റായിട്ട് ഷുഗർ കൺട്രോൾഡൊക്കെ ആകാതിരുന്നാലാണ് സാധാരണ ഇൻഫെക്ഷൻ ഉണ്ടാകുക. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ ഉണ്ടായിക്കൂടെന്നൊന്നുമില്ല, എന്നാലും വളരെ കോമൺ അല്ല. പിന്നെ അടുത്തത് എന്താണ്? പെയിൻ ഉണ്ടാവാം. പേഷ്യൻറ്റിന് പെയിൻ ചിലർക്കൊരു 2-3 വീക്സ് വരെ പെയിൻ, പക്ഷേ ഗ്രാജ്വലി അത് കുറഞ്ഞു വരും. പിന്നെയുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ ബോഡിയിൽ. കാരണം നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ അങ്ങനെ ഒരേ കിടക്കുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അല്ലാതെ തന്നെ ഒരു പെൽവിക് സർജറി ആയതുകൊണ്ട് ബ്ലഡ് ക്ലോട്ട് നമ്മുടെ കാലുകളിലോ ലങ്സിലോ ഒക്കെ ഉള്ള ബ്ലഡ് വെസൽസിൽ ക്ലോട്ട് ഉണ്ടായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനായിട്ട് ഞങ്ങൾ പേഷ്യൻറ്റിനെ പെട്ടെന്ന് തന്നെ അവരെ നടത്തിക്കുകയും, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയും, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഡിവൈസ് ഉണ്ട്, അത് കാലിലിട്ടിട്ട് അതിൻ്റെ മസിലിനെ വർക്ക് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതും ഒരു കോംപ്ലിക്കേഷനായിട്ട് പറയാം. പിന്നെ ലേറ്റർ ഭാവിയിലാണെങ്കിൽ നമുക്ക് ഹെർണിയ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ സർജറി സമയത്തുള്ള കോംപ്ലിക്കേഷൻസിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ യൂട്രസിൻ്റെയും ഓവറിയുടെയൊക്കെ ചുറ്റുപാടുമുള്ള ഓർഗൻസ്, അതൊക്കെ വളരെ ക്ലോസായിട്ട് അവരുമായിട്ട് ചേർന്നിരിക്കുന്ന ഓർഗൻസാണ്. സിസേറിയൻ കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ മൂത്രസഞ്ചി അഥവാ യൂറിനറി ബ്ലാഡർ ഈ യൂട്രസുമായിട്ട് ഒട്ടിച്ചേർന്ന് പറ്റി പിടിച്ചിരിക്കും. അതിനെ നമുക്ക് റിലീസ് ചെയ്തിട്ട്, അതിനെ ഇളക്കിയെടുത്തിട്ട് മാത്രമേ യൂട്രസിനെ റിമൂവ് ചെയ്യാൻ പറ്റൂ. ആ സമയത്ത് ചിലപ്പോൾ ഈ ബ്ലാഡറിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. ഈ എൻഡോമെട്രിയോസിസ് ഒക്കെ ഉള്ള പേഷ്യൻറ്റിനോ, അല്ലെങ്കിൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഒക്കെ ഉള്ള പേഷ്യൻറ്റിനോ, അല്ലെങ്കിൽ വലിയ ഫൈബ്രോയിഡ്സ് ഉള്ള പേഷ്യൻറ്റിനോ ഈ യൂറിൻ വരുന്നൊരു ട്യൂബുണ്ട്. കിഡ്നിയിൽ നിന്ന് യൂറിൻ കൊണ്ടുവരുന്ന ട്യൂബ്, ഈ മൂത്രസഞ്ചിയിലേക്ക് കൊണ്ടുവരുന്ന ട്യൂബ്, യൂറീറ്റേഴ്സ് എന്ന് പറയും, അതിന് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഓപ്പറേഷൻ സമയത്ത് തന്നെ മിക്കവാറും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്കപ്പോൾ തന്നെ അത് ഒരു യൂറോളജിസ്റ്റിൻ്റെ സഹായത്തോടെ അത് കറക്റ്റ് ചെയ്യാനും പറ്റും. ഇനി അഥവാ ആ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസിൽ പേഷ്യൻറ്റിന് അതിൻ്റേതായ സിംറ്റംസ് ഉണ്ടാവും. യൂറിൻ ലീക്ക് ചെയ്യാം, ചിലപ്പോൾ വയറിൽ ഭയങ്കര സിവിയർ ഡിസ്കംഫേർട്ട്, പെയിൻ, കാരണം യൂറിൻ താഴോട്ട് വരാതെ ഈ യൂറിൻ ട്യൂബുകൾ ചിലപ്പം നമ്മളുടെ കെട്ടിനകത്ത് പെട്ടുപോയെങ്കിൽ അവിടെ നിന്ന് യൂറിൻ നിറഞ്ഞിട്ട് ആ കിഡ്നിയിൽ യൂറിൻ നിറഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, അതൊക്കെ രണ്ടാമതൊരു സർജറിയിലൂടെ കറക്റ്റ് ചെയ്യേണ്ടി വരുന്ന സംഗതികളാണ്. അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിച്ച് തന്നെയാണ് എല്ലാ സർജൻസും സർജറി ചെയ്യുന്നത്. പക്ഷേ വളരെ അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടായാൽ അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമതൊരു സർജറി തന്നെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. പിന്നെ എന്തൊക്കെയാണ്
ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി സർജറി കഴിഞ്ഞിട്ട് ഉള്ള ഇൻസ്ട്രക്ഷൻസാണ്. സർജറി കഴിഞ്ഞിട്ട് ബെഡ് റിഡനായിട്ട് കിടക്കണോ? തീർച്ചയായും ആവശ്യമില്ല. നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുക തന്നെ വേണം. ബോഡി കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് നിന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബോഡി പെർമിറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നടക്കുക. നിങ്ങൾ ജോലി ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. യു ക്യാൻ ബി ആക്റ്റീവ്. എഴുന്നേറ്റിരിക്കാം, നടക്കാം, കാലനക്കാം. മനസ്സിലായില്ലേ? വളരെ കട്ടി ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റെസ്റ്റ് എത്ര ദിവസം വേണമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ കീഹോൾ സർജറി, വെജൈനൽ ഹിസ്റ്ററക്ടമി ഒക്കെ ആണെങ്കിൽ ഒരു 10 ദിവസത്തെ റെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. ബാത്റൂമിൽ പോകുക, നടക്കുക, അതൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതുള്ള ആക്ടിവിറ്റീസ്, ഇപ്പോൾ പുറത്ത് പോവുക, സ്റ്റെപ്സ് കയറുക, ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക, അതൊക്കെ 10 ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ബോഡി പെർമിറ്റ് ചെയ്യുന്നതനുസരിച്ച്. പക്ഷേ വയറ് തുറന്നുള്ള സർജറി ആണെങ്കിൽ മിനിമം ഒരു 3 വീക്സ് നിങ്ങളതുപോലെ റെസ്റ്റ് എടുക്കേണ്ടി വരും. പിന്നെ അടുത്തത് 6 വീക്സ് റെസ്റ്റ് വേണ്ടേ ഡോക്ടർ എന്ന് ചോദിക്കാറുണ്ട്. 6 വീക്സ് റെസ്റ്റ് എന്താണ് നമ്മൾ പറയുന്നത്? നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യരുത്. അപ് ടു 6 വീക്സ് നിങ്ങൾ വെയിറ്റ് എടുക്കരുത്. മനസ്സിലായില്ലേ? ഒരു 10 പൗണ്ട്, ഒരു 3.5-4 കിലോയ്ക്ക് മുകളിലുള്ള വെയിറ്റുകൾ നിങ്ങൾ എടുക്കാൻ പാടില്ല 6 ആഴ്ച വരെ. എന്നാലേ ആ മുറിവെല്ലാം വൃത്തിയായിട്ട് ഉണങ്ങി വരും. അടുത്തത് സ്വിമ്മിങ് പാടില്ല. സ്വിമ്മിങ് പൂളിൽ പോയി കുളിക്കാൻ പാടില്ല. പിന്നെ സെക്ഷുവൽ ആക്ടിവിറ്റി പാടില്ല. പിന്നെ വജൈനയ്ക്ക് അകത്ത് ടാമ്പൺസ് വെക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ വജൈനൽ ടാബ്ലറ്റ് വെക്കുക, അതൊന്നും പാടില്ല. അതെല്ലാം ഒഴിവാക്കുക. പിന്നെ കുളിക്കുന്ന കാര്യം, ഡെയിലി കുളിക്കണം. ആ മുറിവും നിങ്ങൾ സോപ്പിട്ട് വാഷ് ചെയ്ത് കളയുക. കുളിക്കാൻ വെച്ചാൽ ഷവറിങ് ആണ് ചെയ്യാൻ പാടുള്ളൂ. ഷവറിനകത്ത് നിന്ന് തനിയെ വേണമെങ്കിൽ കുളിക്കാം. അല്ല വെള്ളം കോരി ഒഴിച്ചാണെങ്കിൽ ആരെങ്കിലും കുളിപ്പിക്കുന്നതാണ് ഉത്തമം. പിന്നെ മെഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടാവുമോ? പെയിൻ കില്ലേഴ്സ് എന്തായാലും തരും. ചിലപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് തരും. പിന്നെ ചിലർക്ക് ഓയിൻമെൻറ്റും തരും. ഓയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല, എന്നാലും ഓയിൻമെൻറ്റ് പുരട്ടാം. ഇനി എപ്പോഴാണ് നിങ്ങൾ സർജറി കഴിഞ്ഞ് വീട്ടിൽ പോയാൽ ഡോക്ടറെ പെട്ടെന്ന് കാണണോ? അപ്പോൾ ഡോക്ടേഴ്സ് യൂഷ്വലി ഒരു 10 ഡേയ്സ് കഴിഞ്ഞൊരു വിസിറ്റ് പറയാറുണ്ട്. കാരണം പേഷ്യൻ്റ് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണണം, അവരുടെ വൂണ്ട് എങ്ങനെയാണെന്ന് നോക്കണം. അതിനിടയ്ക്ക് നിങ്ങൾ വരേണ്ടി വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങൾക്ക് വെജൈനൽ ബ്ലീഡിങ് കാണുകയാണെങ്കിൽ ചെറിയ ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ടാവാം, അത് ഓക്കെയാണ്. അതല്ല ഫ്രഷ് ബ്ലീഡിങ് കാലിക്കൂടെ ഒഴുകുക, എന്തായാലും ഡോക്ടറെ കാണണം. ഹൈ ഫീവർ വരിക, 100 ഡിഗ്രി കൂടുതലുള്ള പനി വരിക, കിടുങ്ങൽ, വിറയൽ, അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അതൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ യൂറിനറി സെപ്സിസോ ആകാം. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണണം. പിന്നെ അൺയൂഷ്വൽ പെയിൻ ഡേ ബൈ ഡേ കുറഞ്ഞു വരണം. പക്ഷേ അങ്ങനല്ല, എനിക്ക് വളരെ പെയിൻ കൂടുന്നു, എനിക്ക് വളരെ ഡിസ്കംഫർട്ട് കൂടുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണണം. പിന്നെ ആ മുറിവിൻ്റെ സ്ഥലത്ത് റെഡ്നെസ്സോ ഊസിങ്ങോ സ്വെല്ലിങ്, നീര് കെട്ടുകയോ ഒക്കെ ചെയ്താലും ഡോക്ടറെ കാണാം. പിന്നെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളവർ അവരുടെ മരുന്നുകൾ കറക്റ്റായിട്ട് ആ ഡോക്ടർമാർ, ഫിസിഷ്യൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റോ സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ എടുക്കണം. പിന്നെ മെനോപോസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഉണ്ടാകാം. ഓവറീസ് റിമൂവ് ചെയ്താൽ ഇമ്മീഡിയറ്റ് മെനോപോസാണ് നമുക്ക്. അതിൻ്റെ സിംറ്റംസായ ഹോട്ട് ഫ്ലഷസ്, ദേഹം ചൂടെടുക്കുക, നമുക്ക് ഒട്ടും അൺകംഫർട്ടബിളായിട്ട് പെട്ടെന്ന് വിയർക്കുക, ചൂടെടുക്കുക, അതൊക്കെ അതിൻ്റെ ഒരു സിംറ്റമാണ്. പിന്നെ വജൈനൽ ഡ്രൈനെസ്, ടയേർഡ്നെസ്, മൂഡ് സ്വിങ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറയുക. നിങ്ങൾക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കാമല്ലോ, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ഡോക്ടേഴ്സ് തരും. അത് നിങ്ങളുടെ മറ്റ് ഫിസിക്കൽ കണ്ടീഷൻസും കൂടെ പരിഗണിച്ച് ആയിരിക്കും അവർ തരാറ്. പിന്നെ ഹിസ്റ്ററക്ടമി ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എപ്പോഴും നിങ്ങളുടെ സിംറ്റംസും നിങ്ങളുടെ ഓവറിയുടെയും യൂട്രസിൻ്റെയും കണ്ടീഷൻസും അനുസരിച്ച് നിങ്ങളുടെ ഡോക്ടർ ഡിസൈഡ് ചെയ്യും. ഹിസ്റ്ററക്ടമിയെ ഒരു ബാധകമായിട്ടൊന്നും കാണണ്ട. പല സ്ത്രീകൾക്കും അതൊരു അനുഗ്രഹമായിട്ടാണ് കാണാറ്. കാരണം 10 വർഷമായിട്ട് ബ്ലീഡ് ചെയ്ത് ഹീമോഗ്ലോബിൻ 5 ആയി വരുന്നവരുണ്ട്. അവരൊക്കെ വേണ്ട, യൂട്രസ് ഇരുന്നോട്ടെ എന്ന് വെച്ച് വരുന്നവരാണ്. പക്ഷേ എടുത്തു കഴിയുമ്പോൾ അവർ തന്നെ ഒന്ന് പറയും, ഡോക്ടറെ അയ്യോ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇപ്പോൾ എന്ത് സുഖമാണ് എനിക്ക് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ അസുഖങ്ങൾ കാണിച്ചിട്ട് ഹിസ്റ്ററക്ടമി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ മടിക്കണ്ട. വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയനും ആകാം. ഓക്കെ, നമസ്കാരം.